ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു, ഇന്നലെ രാത്രി സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി സീരീസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത് ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, വിജയരാഘവൻ, ദർശൻ രാജേന്ദ്രൻ, അനുരാഗ് കശ്യപ്, ഹനുമാൻ കൈൻഡ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു വെടിപ്പടമായിരുന്നു റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ. ഒരു ആക്ഷൻ മൂവിയാണ്. ഇപ്പോഴും തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഞാൻ സിനിമ കണ്ട് റിവ്യൂ ചെയ്തതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. നല്ലൊരു സിനിമയാണ്. ഫുൾ വെടിവെപ്പാണ് ഫുള്ള്. റൈഫിൾ ക്ലബ്ബ്, ആ പേരിനോട് നീതി പുലർത്തിയ സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ജനുവരി മാസം അവസാനത്തോടു കൂടിയൊക്കെ ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ജോർജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത പണി എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ എന്നുള്ളത് തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടി നല്ലൊരു വിജയം നേടിയ സിനിമയാണ്. അപ്പോൾ ഇപ്പോൾ ജനുവരി മാസം 3-ാം തീയതി വരുമെന്നൊക്കെ റൂമറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോണി ലീവ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ക്രൈം ത്രില്ലർ മൂവി ജനുവരി മാസം റിലീസ് ചെയ്യും. എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും റിലീസൊന്നും വന്നിട്ടില്ല. എന്തായാലും ജനുവരി മാസം 3-ാം തീയതി വരാൻ വളരെ വളരെ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനുവരി മാസം 3-ാം തീയതി വരികയാണെങ്കിൽ തന്നെ ഇന്നോ നാളെയോ ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ സോണി ലീവിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നാൽ അവർ ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടിട്ട് മാത്രമേ റിലീസ് ചെയ്യാറുള്ളൂ. എന്തായാലും 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ സിനിമയുടെ റിലീസ് സോണി ലീവിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ നെസ്ലം പ്രധാന വേഷം കൈകാര്യം ചെയ്ത അയാം കാതൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ എന്നുള്ളത് തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല. മനോരമ മാക്സ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ അതിന് മുമ്പേ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല ഇതുവരെ. എന്തായാലും ആമസോൺ പ്രൈമിലും ഈ ഒരു സിനിമയുടെ റിലീസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സർപ്രൈസ് റിലീസ് ഡിസംബർ മാസം 30, അതായത് നാളെ, അല്ലെങ്കിൽ ജനുവരി മാസം 3-ാം തീയതി. ഈ 2 ദിവസങ്ങളാണ് ഇപ്പോൾ ഒരു റിലീസിങ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് റൂമറുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു സർപ്രൈസ് റിലീസ് ആമസോണിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. അടുത്താന്നുള്ളത് ധ്യാൻ ശ്രീനിവാസൻ ഗസ്റ്റ് റോളിൽ എത്തിയ ഒരു സിനിമയായിരുന്നു ഓശാന എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് അതുപോലെ തന്നെ സിംപ്ലി സൗത്തും സ്വന്തമാക്കിയിട്ടുണ്ട്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇതിന് മുമ്പേ തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിയാൽ ഈ ജനുവരി മാസത്തിൽ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ജനുവരി മാസം 2-ാമത്തെ ആഴ്ചയോ 3-ാമത്തെ ആഴ്ചയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു സീരീസാണ്. ഗുണ എന്ന് പറഞ്ഞ സീരീസിന്റെ 2nd സീസണാണ്. ഒരു ഹിന്ദി സീരീസാണ്. ഡ്രാമ, ആക്ഷൻ, അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ജനുവരി മാസം 3-ാം തീയതി ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് നമ്മുടെ പ്രഭുദേവ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി മൂവിയായിരുന്നു ജോളി ഓ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ. ആഹാ തമിഴ് വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഡിസംബർ മാസം 30-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തമിഴ് ഭാഷയിലാണ്, ആഹാ തമിഴിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്. ഈ സിനിമ ജോളിയം ജിംഖാന എന്ന സിനിമ അതിന് മുമ്പേ ലീക്കാക്കപ്പെട്ടിരുന്നു, ലോ ക്വാളിറ്റി പ്രിന്റ് ലീക്കാക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഒറിജിനൽ OTT റിലീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷമാണ് ആഹാ തമിഴ് വഴി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. ഈ ഒരു ലിസ്റ്റിലുള്ള സിനിമകളിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.